Yes, sir. ഓക്കെ. വോയിസ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സാർ. ഓക്കെ. അപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ് എങ്ങനെയായിരുന്നു? ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. മനസ്സിലായിട്ടുണ്ടാവില്ലേ? സർ. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാം, നൈസായിട്ട് കമ്പ്യൂട്ടേഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ സ്ക്രീൻ വിസിബിൾ അല്ലേ? പറയൂ. സ്റ്റാറ്റിന്റെ പരീക്ഷ തോക്കുന്നൊക്കെ വിചാരിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടോ? എല്ലാവരും ജയിക്കുന്നു 100% ഉറപ്പുള്ള ആൾക്കാരാണോ? നിങ്ങൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യട്ടാ. ഓക്കെ. അപ്പോൾ സ്റ്റാറ്റി തോക്കൂന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ എനിക്കിത് സ്കോർ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഈ ഒരു സെഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ വെറുതെ കൈവീശി ഇരിക്കരുത്. ഒരു നോട്ടും പെന്നൊക്കെ എടുക്കുക, കാൽക്കുലേറ്ററൊക്കെ എടുക്കുക, മറ്റൊക്കെ റെഡി ആയിട്ടിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിൻ്റെ ഒരു 5 ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെറുങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നിങ്ങൾ അപ്പോഴേക്ക് എക്യുപ്മെന്റ്സ് ഒക്കെ റെഡിയാക്കിക്കോ. ഓക്കെ. ഏറ്റവും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റല് സ്റ്റാറ്റിയുടെ കാൽക്കുലേഷൻസ് ആണ്. കാൽക്കുലേഷൻസിന് ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ എപ്പോഴും പൊതുവെ പറയുന്നതാണ്. പറഞ്ഞാൽ നമ്മൾ 1+1 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആരെങ്കിലും ഒക്കെ ചോദിച്ചാൽ 2 എന്ന് ഉത്തരം പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്ത് ചെയ്തു, അതോടുകൂടി കഴിഞ്ഞു. 10 മാർക്ക് ചോദിച്ചാണെങ്കിൽ 10 മാർക്കൊക്കെ എന്ത് ചെയ്യും, കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ തന്നെയല്ലേ? ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? ഹലോ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ടൈപ്പിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സിലോ വോയിസിലൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയട്ടോ. അപ്പോൾ എന്താണ്, സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ മെയിൻലി വരുന്ന കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ മീൻ മീഡിയൻ മോഡ്, സിമ്പിളാണ് മീൻ മീഡിയൻ മോഡ് എന്നുള്ളത്. ഓക്കെ. ഈ ഒരു 3 ചോദ്യങ്ങൾ എല്ലാ വർഷവും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അതിന് പുറമെ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടായി. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേഷൻസ് നല്ല രീതിയിൽ പഠിക്കുക. എന്നിട്ട് കാൽക്കുലേഷൻസ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്തായിട്ട് 10 മാർക്കാണെങ്കിൽ 10 മാർക്ക് ഷുവറാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താണ്, സ്റ്റാറ്റിയിൽ തോക്കൂന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ, ഫെയിൽ ആവുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ നിർബന്ധമായി എന്ത് ചെയ്യുക, കാൽക്കുലേഷൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഈ കാൽക്കുലേഷൻസിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കാൽക്കുലേഷൻസ് എഴുതി എന്നിട്ട് എവിടെയെങ്കിലൊക്കെ തെറ്റി കൊളായിനെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, 10 മാർക്ക് കിട്ടിയില്ലെങ്കിലും 8 മാർക്കൊക്കെ കിട്ടും, സ്റ്റെപ്സ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻസ് ആണ്, തെറ്റിയെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്, ആരും ക്രോസ് ചെയ്യരുത്. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ എഴുതിയാൽ എന്തെങ്കിലുമൊക്കെ ശരിയുണ്ടെങ്കിൽ ഒരു 5 മാർക്ക് വെറുതെ ഇട്ടു ഇതിൽ പ്രോബ്ലംസ്. ബാക്കിയുള്ളത് അങ്ങനെയല്ല. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നല്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, അതായത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ എന്താണ് പാരഗ്രാഫൊക്കെ ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മളെ സൈക്യൂന്റെ ഫാക്കൽറ്റിയാണത്. ആള് മലയാളിയല്ല, മംഗലാപുരക്കാരനാണ്. അപ്പോൾ എന്താണ്, ഭാഷക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തോ? അതായത് മലയാളം ഒരു റെഡി ഇല്ല എന്നൊക്കെ ആർക്കെങ്കിലൊക്കെ ഫീൽ ചെയ്തോ? ചെയ്തില്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? പിന്നെ കാൽക്കുലേഷൻസ് ആണ്, എന്താ പറയുക, എൻ്റെ കൂടെ തന്നെ മാക്സിമം ചെയ്യാൻ കഴിയുമോ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ
കാൽക്കുലേറ്റർ എടുക്കുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓറൽസ് എന്താണ്, ഞാനിത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഒരുപാട് ടൈം പോകും. ഓക്കെ, അപ്പൊ നിങ്ങൾ പെന്ന് ബുക്കൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ടുണ്ടാവുന്ന വിചാരിക്കാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ? ആരെങ്കിലൊക്കെ ഒന്ന് ആന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കുക, പെന്ന്, അതുപോലെ തന്നെ പെൻസില്, സ്കെയില്, സ്വന്തമായിട്ട് സാധാ കാൽക്കുലേറ്റർ അതൊക്കെ കൊണ്ടുപോവാ. മറ്റൊരാളെ സ്കെയിലിനും പെൻസിലിനും കാൽക്കുലേറ്ററിനും എന്ത് ചെയ്യരുത്, ആരും കാത്തിക്കരുത്. കാൽക്കുലേഷൻ ആണ്, ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളൊരു സ്പിയർമാൻ ഒരു എന്താണ് കോറിലേഷൻ കാൽക്കുലേറ്റർ അല്ല, സോറി, കാൽക്കുലേറ്റർ സയന്റിഫിക് പറ്റൂല എന്നാണ് പൊതുവെ പറയൽ. നിങ്ങൾ ഇൻവിജിലേറ്റർ പോലെ ഇരിക്കും. അതായത് ഇപ്പൊ ഒരു സ്പിയർമാൻ കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങി, എന്നിട്ട് ഒരു മണിക്കൂറൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ബാക്കി ക്വസ്റ്റ്യൻസിനൊക്കെ സ്കോർ ചെയ്യാൻ പറ്റൂല. അപ്പൊ 5 ക്വസ്റ്റ്യൻസിൽ മാക്സിമം എന്ത് ചെയ്യുക, കാൽക്കുലേഷൻസ് ചൂസ് ചെയ്യാൻ നോക്കുക. കാൽക്കുലേഷൻസ് പക്കയായിട്ട് ചെയ്താൽ 30 മാർക്സ് അഷ്യൂർഡ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പിയർമാൻസ് കോറിലേഷൻ, അല്ലെങ്കിൽ സ്പിയർമാൻസ് റോ എന്ന് പറയാം, റാങ്ക് ഓർഡർ കോറിലേഷൻ എന്ന് അറിയാം, അല്ലെങ്കിൽ വെറും റാങ്ക് കോറിലേഷൻ എന്നൊക്കെ പറയാം. 2 ടൈപ്പ് ഓഫ് കോറിലേഷൻ ഉണ്ട്, നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. കാൾ പിയേഴ്സന്റെ കോറിലേഷൻ ഉണ്ട്, സ്പിയർമാന്റെ കോറിലേഷൻ ഉണ്ട്. സ്പിയർമാന്റെ റാങ്ക് കോറിലേഷൻ എന്നാണ് പറയല്. കുറച്ചും കൂടി സിമ്പിൾ ആണ്. അതുപോലെ തന്നെ എക്സാമിന് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്യും, കോറിലേഷൻ ആണെങ്കിലും മീഡിയൻ മോഡ് ആണെങ്കിലൊക്കെ ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ്, സ്പിയർമാൻസ് റോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പിയർമാൻസ് റോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവുക, ഡാറ്റ എ, ഡാറ്റ ബി, 2 ഡാറ്റ തരും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഞാൻ ഇവിടെ 5 നമ്പർ മാത്രമേ എടുത്തുള്ളൂ. നിങ്ങൾ എക്സാമിന് എന്തായാലും 10 നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ 10 നമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ചും കൂടി എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ ഫാസ്റ്റിൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കള്ളി വരക്കുക. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ ഒരു കള്ളി വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ കൂടെ തന്നെ വരക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, കാൽക്കുലേഷൻസ് എന്ത് ചെയ്യണം, സ്പോട്ടിൽ ഞാൻ ചോദിക്കുമ്പോൾ ആരെങ്കിലൊക്കെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണം. വലിയ കാൽക്കുലേഷൻസിനെ വേണ്ടി വരും, ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ എന്താണ് മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ റാങ്ക് കാണാന്നുള്ളതാണ്. റാങ്ക് ഓർഡർ കോറിലേഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ റാങ്ക് കാണണം. അപ്പൊ നമുക്ക് 2 ഡാറ്റ ഉള്ളത്, ഡാറ്റ എ, ഡാറ്റ ബി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഡാറ്റ എ എഴുതുന്നു, ഇവിടെ ഡാറ്റ ബി എഴുതുന്നു. ഓക്കെ, ഞാൻ അതിനെന്ത് ചെയ്യുന്നു, ജസ്റ്റ് എടുത്ത് എഴുതുന്നു. ഓക്കെ, 6, 2, 9, 4, 7. ഞാൻ ചെയ്യുന്നതിൽ എവിടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ സ്പോട്ടിൽ എന്ത് ചെയ്യണം, ചോദിക്കണം. ഞാൻ എന്ത് ചെയ്യും, ഒന്നും കൂടി റിവൈൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ബി ഡാറ്റ 8, 3, 6, 7, 5. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ റാങ്ക് ഓർഡർ ചെയ്യലാണ്. റാങ്ക് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ റാങ്ക് എ, റാങ്ക് ബി. ഓക്കെ, പറയൂ എങ്ങനെയാണ് റാങ്ക് ചെയ്യല്? റാങ്ക് ചെയ്യാന്ന് പറഞ്ഞാല് ആദ്യം ഏറ്റവും സ്മോളസ്റ്റ് നമ്പറിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നു. ഇവിടെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ 2. ഓക്കെ, നമ്മൾ റാങ്ക് 1 കൊടുത്തു. ഇനി അടുത്ത ഏതാ, 4 അല്ലേ? 2, പിന്നെ 3, 4, 5. എവിടെങ്കിലൊക്കെ ഞാൻ തെറ്റാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഒപ്പരം തന്നെ ചെയ്യാൻ ശ്രമിക്കാം. ഇനി അടുത്ത റാങ്ക് ബിന്റെ റാങ്ക് ആണ് എഴുതേണ്ടത്. 3 എന്ന് പറയുന്നത് റാങ്ക് 1 ആണ്, പിന്നെ റാങ്ക് 2, റാങ്ക് 3, 4,
5. എക്സാമിന് 10 റാങ്ക് ഉണ്ടാവും. ഇത് വളരെയധികം ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടറിഞ്ഞിട്ട് എന്ത് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തത് എന്താ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ ആണ്. ഡീവിയേഷൻ അല്ല, ഡിഫറൻസ് ആണ് കാണേണ്ടത്. അതായത് റാങ്ക് എ റാങ്ക് ബി തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, അത് നമുക്ക് വേണമെങ്കിൽ ഡി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ഈ ഡി എന്ന് പറയുന്നത് റാങ്ക് എ മൈനസ് റാങ്ക് ബി. ഓക്കെ, പറയൂ. 3 മൈനസ് 5 അല്ലെങ്കിൽ 5 മൈനസ് 3 അങ്ങനെയും ആവാം. 2 അല്ലേ? 1 മൈനസ് 1 0. ഞാൻ എവിടെയെങ്കിലൊക്കെ തെറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യണം കേട്ടോ. പിന്നെ 5 മൈനസ് 3 2, 4 മൈനസ് 2 4 മൈനസ് 2 2. ഓക്കെ, ഇതുവരെയുള്ള സ്റ്റെപ്പ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് ഡി സ്ക്വയർ. ഓക്കെ, ഡി സ്ക്വയർ 2ന്റെ സ്ക്വയർ 4, 0ന്റെ സ്ക്വയർ 0, 4 4 4. ഓക്കെ, ഇനി അടുത്തത് നമ്മളിതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 4 8 16. ഓക്കെ, ഈ 16 എന്ന് പറയുന്നത് സിഗ്മ ഡി സ്ക്വയർ. ഓക്കെ, ഇതിലുള്ള എല്ലാ സ്റ്റെപ്സും ക്ലിയർ അല്ലേ? ഞാൻ ഇതിന്റെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഡി സ്ക്വയർ സിഗ്മ ഡി സ്ക്വയർ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്തു, സിഗ്മ ഡി സ്ക്വയർ എന്ത് ചെയ്തു കിട്ടി. ഇനി അടുത്തെന്ന് പറയുന്നത് സ്പിയർമാന്റെ ഇക്വേഷൻ എഴുതലാണ്. സ്പിയർമാന്റെ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ആർ എസ് എന്ന് എഴുതാം, ഇൻവേർട്ടഡ് പി എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. ഓക്കെ, എന്താണ് പറയൂ, സ്പിയർമാന്റെ ഇക്വേഷൻ എന്താണ്? എനിബഡി എൽസ് പറയൂ. 6 into sigma d square. 6 into sigma d square അല്ലേ? 1 minus sigma is equal to 6. 6 ഉണ്ടല്ലേ? ഓക്കെ, 6 into sigma d square by n into n square minus 1. ഓക്കെ, ഇതാണ് ഒന്നിന്റെ ഇക്വേഷൻ. ഞാൻ ജസ്റ്റ് ഒന്ന് കള്ളിയാക്കി വരക്കുന്നുണ്ട്. ഇതാണ് സ്പിയർമാന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. പൊതുവെ നമ്മൾ ഇങ്ങനെ ഇക്വേഷൻസ് ഒക്കെ ഉള്ള എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു പേപ്പറിൽ എല്ലാ ഇക്വേഷൻസ് എടുക്കുക. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, എക്സാം ഹാളിൽ കൊണ്ടുപോകരുത്. നിങ്ങൾ എക്സാമിന് കയറുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കുക. ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഓർമ്മ ഉണ്ടാവും. ഓക്കെ, ഇനി പറയും, നമുക്ക് അസ്യൂം ചെയ്യാം ഫിസിക്കൽ ടു 1 മൈനസ് സിഗ്മ ഡി സ്ക്വയർ നമുക്ക് കിട്ടിയതാണ്. എത്രയാണ് സിഗ്മ ഡി സ്ക്വയർ? ഇസ് ടു 16 അല്ലേ? ഡിവൈഡ് ബൈ എൻ എത്രയാണ്? എന്താണ് എൻ? 5. യെസ്, ഇതാണ് എൻ. എടുത്തു പോയി. 1 2 3 4 5 ഇതാണ് എൻ. ഓക്കെ, 5 into 5 സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇനി പറയൂ കാൽക്കുലേഷൻ. 1 മൈനസ് 6 into 16 എത്രയാണ്? 96 ഡിവൈഡ് ബൈ 5 into 25 minus 1. നിങ്ങൾ മാക്സിമം എല്ലാ സ്റ്റെപ്പ് എഴുതാ. ആരും എന്ത് ചെയ്യരുത്, മടി പിടിച്ചിട്ട് സ്റ്റെപ്പ് എഴുതാ നിൽക്കരുത്. 124 into 24 എത്ര? 96 by 5 into 24 എത്ര? 120 അല്ലേ? മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്യൂ. 24 into 10 240 പകുതിയാക്കിയാൽ 120. Got it? 5 into 25 അല്ലേ? 25 നമ്മള് 25 minus 1 അങ്ങനെ ലാസ്റ്റിൽ മൈനസ് ചെയ്യാം. എങ്ങനെ?
25 മൈനസ് 1 അത് 24 അല്ലേ? യെസ് 24 ആണ്. 24 ഇൻറ്റു 5 അങ്ങനെ കൂട്ടും അല്ലേ? അതായത് ബോർഡ് മാസ് റൂൾ അറിയണ്ടാവില്ലേ? ബോർഡ് മാസ് റൂൾ ആണ് ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് ബ്രാക്കറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 96/120 എത്രയാണ്? 96? ആരും കാൽക്കുലേറ്റ് ചെയ്യൂ. 0.8 അല്ലേ? യെസ്, പറ. 1 മൈനസ് 0.8 ഈക്വൽ ടു 0.2 അല്ലേ? ഇങ്ങനെ തന്നെ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് ഉത്തരം കിട്ടിയത്. 96/120 അല്ലേ? 96, 120. അപ്പൊ ഡിവൈഡ് 1.25 കിട്ടുന്നത്. അതെങ്ങനെ? ഒന്നുകൂടി ഡിവൈഡ് ചെയ്ത് നോക്ക്. 0.8 അല്ല എല്ലാവർക്കും കിട്ടിയ? 96 ഡിവൈഡ് ബൈ 120 0.8 അല്ലേ? നിങ്ങൾക്ക് 1 പോയിന്റ് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം? നിങ്ങളെ ന്യൂമറേറ്റർ 120-നേക്കാൾ അബോവ് ആയിരിക്കണം. അങ്ങനെ തന്നെയല്ലേ ഡിവിഷൻ അല്ലേ? ചോദ്യം എന്താണ്? 96-ൽ എത്ര 120 ഉണ്ട്? ഒരു 120 ഇല്ല, അപ്പോ 0.8. ഓക്കെ, നമുക്ക് എന്ത് ചെയ്തു? സ്പിയർമാൻസ് റോ കിട്ടിയിട്ടുണ്ട്. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് 10 മാർക്ക് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, സ്പിയർമാൻസ് റോനെ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, അല്ലെങ്കിൽ RS എന്നൊക്കെ പറയാം. ഇതുവരെയുള്ള സ്റ്റെപ്സ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഞാൻ ജസ്റ്റ് ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാണ്. ഒന്നും ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ ഡാറ്റ 1, ഡാറ്റ എ, ഡാറ്റ ബി കിട്ടി. പിന്നെന്ത് ചെയ്തു? ഇതിന്റെ റാങ്ക് കണ്ടു, റാങ്ക് ബി കണ്ടു, റാങ്ക് ചോദിച്ചോട്ടെ. യെസ്, നമ്മൾ റാങ്ക് കൊടുക്കുമ്പോ ഈ ഡാറ്റന്റെ സാറിന് പറഞ്ഞത് ഡാറ്റന്റെ സ്മോൾ നമ്പറിൽ റാങ്ക് 1 കൊടുക്കുക നമ്മള്. യെസ്, പറയൂ. ചില യൂട്യൂബിൽ ചില ക്ലാസ്സുകൾ കാണുന്നത് ഡാറ്റന്റെ വലിയ സംഖ്യക്ക് എങ്ങനെ ഡാറ്റന്റെ വലിയ സംഖ്യക്ക് റാങ്ക് 1 കൊടുക്കുന്നത് യൂട്യൂബിലൊക്കെ. തിരിച്ചു മറിച്ച് കൊടുക്കുക, എങ്ങനെയായാലും റാങ്ക് ആയാൽ മതി. അപ്പൊ ഉത്തരം ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. യെസ്, അപ്പൊ സാറ് പറഞ്ഞോ ചെയ്യല്ലേ ഇപ്പൊ? ഇതാണ് പൊതുവെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾ നോക്കിയാൽ ഇങ്ങനത്തെ ഒരു ഇതാണ് കാണാം. ടെക്സ്റ്റ് ബുക്കിൽ വളരെ സിമ്പിൾ സ്റ്റെപ്പ് ഉള്ളത്. ഏറ്റവും സ്മോളസ്റ്റ് റാങ്ക് കൊടുക്കാനാണ് ഏറ്റവും സിമ്പിൾ. മറ്റേത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഓക്കെ, അപ്പൊ യൂട്യൂബിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലാണ് ഏറ്റവും സിമ്പിൾ സ്റ്റെപ്പ് ഉള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ d² n ഇൻറ്റു n² മൈനസ് 1. ഓക്കെ, ഇതിലെല്ലാം ക്ലിയർ അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? ഡിഫറൻസ് കണ്ടു, ഡിഫറൻസിന് എന്ത് ചെയ്തു? സ്ക്വയർ ആക്കി. ഡിഫറൻസ് കാണുമ്പോൾ മൈനസും പോസിറ്റീവ് ഒന്നും എന്ത് ചെയ്യണ്ട, നോക്കേണ്ട ആവശ്യമില്ല, ഡിഫറൻസ് കണ്ടാൽ മതി. ഓക്കെ, ഇനി ഇതില് ചോദിക്കൽ വളരെ കുറവാണ്. എക്സാമിന് ഏറ്റവും സിമ്പിൾ എന്താണ്? നമ്പേഴ്സേ തരൂ. ഇതിൽ ടൈ മാർക്ക് വരും. ടൈ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ റാങ്ക് കൊടുക്കേണ്ട ഇത് വരും. ഇപ്പോൾ സപ്പോസ് എന്താണ് റാങ്ക് ഡാറ്റ എ, ഡാറ്റ എയിൽ തന്നെ എന്ത് ചെയ്തു? 10 വന്നു, 10 വന്നു. ഓക്കെ, 10 സ്റ്റാർട്ടിങ് എങ്കിൽ ശരിക്കും എന്താണ്? രണ്ടാക്കും റാങ്ക് 1 കൊടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 10 പ്ലസ് 10 ഡിവൈഡ് ബൈ 2 എത്രയാണ് കിട്ടുക? സോറി, 10 അല്ല, ഇത് എത്രാമത്തെ റാങ്കാ? 1ാമത്തെ റാങ്ക്. 1 പ്ലസ് 2 2ാമത്തെ റാങ്ക് ഡിവൈഡ് ബൈ 2 എത്ര? 1.5 കിട്ടും. അപ്പൊ ഇതിന് 1.5 റാങ്ക് കൊടുക്കും, ഇതിന് 1.5 റാങ്ക് കൊടുക്കും. ടൈം മാർക്ക് എന്നാൽ ഈ ഒരു ഡിഫറൻസ് അല്ലാണ്ട് ബാക്കിയൊക്കെ എന്താണ്? സെയിം ആണ്. ഓക്കെ, സംശയമില്ല? പോവല്ലേ? അടുത്ത കാൽക്കുലേഷൻസിലേക്ക് പോവല്ലേ? അതായത് ഇതില് നമ്മൾ കൊടുത്ത റാങ്കുകൾ വളരെ സിമ്പിൾ റാങ്കുകളാണ്. ഇനി സപ്പോസ് എന്ത് ചെയ്യാണ്? 7 ഇതേപോലത്തെ ഒരു 7 എന്താണ് വരികയാണ്. 7 നമ്മൾ ഇവിടെ റാങ്ക് 4 കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ കുറച്ചുകൂടി
സുഖം ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു 5 കൂടി കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ റാങ്ക് പറയൂ. 5 വേണ്ട, വേറെ നമ്പർ പറയൂ. സാർ അത് മനസ്സിലായി. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോ മനസ്സിലാത്ത ആൾക്കാർക്ക് പറഞ്ഞതാണ് നമ്മള്. യെസ് സാറ് 1.5 കൊടുത്തില്ലേ റാങ്ക്? അതെ, 2-10 വരുമ്പോ അപ്പൊ അടുത്ത റാങ്ക് കൊടുക്കുന്ന അതൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ പറഞ്ഞ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി മുകളിലത്തെ നമ്പർ എടുക്കാം. ഒരു 6 എടുക്കാം. ഓക്കെ, 6 വേണ്ട, 7 എടുക്കാം. അപ്പൊ ഇത്രയാണ് ഡാറ്റ ഉള്ളത്. നമ്മൾ റാങ്ക് കൊടുക്കുന്ന സമയത്ത് ഇതിന് റാങ്ക് 1 കൊടുക്കുന്നു. റാങ്ക് 1, 3ക്ക് റാങ്ക് 1 കൊടുക്കുന്നു, റാങ്ക് 2 കൊടുക്കുന്നു, 3. അപ്പൊ 2 4 കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നു അല്ലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ റാങ്ക് 4 ആണ് കൊടുക്കേണ്ടത്, ഇവിടെയും റാങ്ക് 4 ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഇങ്ങനെ ടൈ വരുന്ന സമയത്ത് നോക്കാം, റാങ്ക് 4 പ്ലസ് റാങ്ക് 5, അതായത് യെസ് പറയൂ 6 അല്ലേ? 4 പ്ലസ് 6 അല്ലേ? 4 പ്ലസ് 7 6 ആറാമത്തെ സ്ഥാനമല്ലേ? അതായത് നിങ്ങൾ റാങ്ക് 4ാമത്തെ 6ാമത്തെ സ്ഥാനമല്ലേ 7 വരുന്നത്? 4 പ്ലസ് 6 അല്ലേ? അതെങ്ങനെ 4 പ്ലസ് 6 വരും? സാറ് ഇപ്പോ 7 വരുന്നത് 4ാമത്തെ സ്ഥാനമല്ലേ, ആദ്യത്തെ സ്ഥാനം. അപ്പൊ 2ാമത്തെ സ്ഥാനം വരുന്നത് 6ാമത്തെ സ്ഥാനമല്ലേ? അതായത് അങ്ങനൊന്നുമില്ല, ഇത് രണ്ട് കള്ളിയാണ്. ഓക്കെ, അപ്പോ എന്താണ്, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, റാങ്ക് കൊടുക്കാന്ന് പറയുന്നത് നമ്മൾ റാങ്കിന്റെ അടുത്ത് 4 and 5 അല്ലേ? റാങ്ക് അടുത്ത റാങ്ക് 5 അങ്ങനെയല്ലേ? അടുത്ത റാങ്ക് 5. ഓക്കെ, ഇത് 5 ആണ്, ഇത് 4 ആണ്. അടുത്ത റാങ്ക് പറയൂ 6. ഇങ്ങനെയല്ല റാങ്ക് ഉണ്ടാവല്. അപ്പോ ഇതിന്റെ റാങ്ക് എങ്ങനെ കൊടുക്കലെന്ന് പറഞ്ഞാല് 4 പ്ലസ് 5 9/2 എത്ര 4.5. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിനൊരു 4.5 കൊടുക്കും, ഇതിന് ഒരു 4.5 കൊടുക്കും. തിരിഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യാനുള്ള ഇക്വേഷൻ എടുക്കുക, എഴുതുക, അപ്ലൈ ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബോർഡ് മാസ് റൂൾ ഉപയോഗിക്കുക. അല്ലാണ്ട് എന്ത് ചെയ്ത് സുമാർ കാൽക്കുലേറ്റ് ചെയ്യരുത്. ഓക്കെ, അടുത്ത വിഷയത്തിലേക്ക് പോവല്ലേ? ആർക്കും സംശയം എങ്ങനെ ഇതിന്റെ ലാസ്റ്റ് എഴുതാനില്ലേ മൈനസ് കോറിലേഷൻ പറഞ്ഞിട്ട്? അതെന്ന് പറഞ്ഞാല് കോറിലേഷൻ ഇപ്പൊ പൊതുവെ എങ്ങനെ ഉണ്ടായാല് കോറിലേഷൻ എന്ന് പറയുന്നത് -1 0 1 ഇതിനിടയിലാണ് എന്തെങ്കിലും ഉണ്ടായാല് കോറിലേഷൻ ഉണ്ടാവുക. കോറിലേഷൻ എഴുതാൻ പറഞ്ഞാൽ കോറിലേഷൻ എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്പിയർമാൻ റോ ഇത്രയാന്നിട്ട് എഴുതിയാൽ തന്നെ എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, ആ സ്റ്റെപ്പ് വേണമെന്നില്ല, എഴുതിയാൽ പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സ്റ്റെപ്പ് മിസ്റ്റേക്ക് വന്നിട്ട് അങ്ങനെ ലാസ്റ്റ് അങ്ങനെയൊക്കെ എഴുതിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, 1 മാർക്ക് എക്സ്ട്രാ തരാം.